ഇന്നലെ വെളുപ്പിനെയോടുകൂടിയാണ് കോഴിക്കോട്ട് നിന്നും സർവീസ് ആരംഭിച്ച KSRTC ഡീലക്സ് ബസ് കർണാടകയിലെ രാംനഗറിൽ വെച്ച് അർദ്ധരാത്രിക്ക് ശേഷം അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. അമിത വേഗതയിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഇടിയുടെ ആഘാതത്തിൽ ബസ് റോഡിലേക്ക് മറിയുകയും വശങ്ങളും മുൻഭാഗവും പൂർണ്ണമായും തകരുകയും ചെയ്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൈസൂർ യാത്ര കഴിഞ്ഞ് വന്നതിനും പിന്നാലെയാണ് മിഥിലേഷ് ബംഗളൂരുവിലേക്ക് പോയതെന്ന് സുഹൃത്ത് അനൂപ് വ്യക്തമാക്കി. ഞാൻ മൈസൂർ പോയി രാവിലെ എത്തിയിട്ടുള്ളൂ. രാവിലെ എത്തി, പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ട് 9:30 നമ്മളാണ് ട്രിപ്പ് പോയത്. പിന്നെ രാവിലെ അറിയണ അവൻ്റെ സംഭവമൊക്കെ പല ഡ്യൂട്ടി ഉണ്ടാവില്ല. അവന് രാവിലെ ഉണ്ടാവും, നൈറ്റൊക്കെ ഉണ്ടാവും. ഇന്നലത്തെ എന്താ ഒരു അറിയില്ല. അവന് മൈസൂർ പോയി വന്നാണല്ലോ, പിന്നെ ഒരു ദിവസം ലീവാണ്. പിന്നെ തലേന്ന് പോയാൽ മതി. പിന്നെ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. അതായത് മനസ്സിലാക്കേണ്ടത്, അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഓടിച്ചത് താൽക്കാലിക ഡ്രൈവറാണ് എന്നാണ്. ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രമേ ദീർഘദൂര സർവീസുകളിൽ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് അട്ടിമറിച്ച പശ്ചാത്തലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഉത്തരവിൻ്റെ പകർപ്പ് ന്യൂസ് 8 കിട്ടി. വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കോഴിക്കോട് KSRTCയിൽ നിന്നും ഇന്നലെ 21:30 ബാംഗ്ലൂർ സർവീസ് പോയ ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെ 21:30 ബാംഗ്ലൂരിലേക്ക് മാനന്തവാടി കുട്ട വഴി സർവീസ് പോയ ബസ്സിലെ ഡീലക്സ് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇന്നലെ ബിഡ്ദിയിൽ വെച്ച് ആക്സിഡൻ്റായിട്ട് മരിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് യാത്രക്കാർക്ക് പരിക്ക് പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡ്രൈവർ ഒരു നൈറ്റ് മുഴുവൻ ഉറക്കമൊഴിച്ച് ഓടിച്ചിട്ട് വേണം ബാംഗ്ലൂർ എത്തുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. കാരണം പ്രത്യേകിച്ച് മാനന്തവാടി വഴി കുട്ട വഴി ദുർഘടം പിടിച്ച പാതയിലൂടെ ഒരു ഡ്രൈവർ മാത്രം ഈ ഒരു സർവീസ് ഓടിച്ച് ബാംഗ്ലൂരിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ചു കൊണ്ടാണ് അദ്ദേഹം ഈ സർവീസ് അവിടെ എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം സർവീസുകളെ KSRTC സിംഗിൾ ജീവനക്കാരെ ബലി കൊടുത്തുകൊണ്ട് സർവീസ് നടത്തണോ എന്നുള്ളത് പുനർചിന്തനം വേണമെന്നാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഡ്രൈവേഴ്സ് യൂണിയന് പറയാനുള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, കടുത്ത അനാസ്ഥയാണ്, സംശയമില്ല. എത്രയോ യാത്രക്കാർ യാത്ര ചെയ്തൊരു ബസ്സാണ്. അവരുടെ ജീവൻ വെച്ചാണ് ഇത്തരം ഈ കളികളൊക്കെ നടക്കുന്നത്. കണ്ടക്ടറും ഡ്രൈവറും മരിച്ചു. എന്ത് വിശദീകരണമാണ് KSRTCക്കുള്ളത്? രഞ്ജിത്ത, 2-3 കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ കൃത്യമായ പിഴവ് KSRTCക്ക് ഉണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി വിജിലൻസും മറ്റും പരിശോധന നടത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, മൈസൂർ ട്രിപ്പ് പോയ ശേഷം രാവിലെയാണ് ഡ്രൈവറായ മിഥിലേഷ് മടങ്ങിയെത്തിയത്. വെള്ളയിൽ സ്വദേശിയാണ് അദ്ദേഹം. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി തന്നെ വീണ്ടും തയ്യാറായി അടുത്ത ലോങ് ട്രിപ്പിനുള്ള പോക്ക്, അതായത് ബാംഗ്ലൂരിലേക്കുള്ള സർവീസിനായി യാത്ര പോവുകയും പിന്നെ ആ യാത്ര തുടരുകയുമായിരുന്നു. ഒപ്പം ഈ ബസ്സിൽ ഒരാൾ കണ്ടക്ടറും ഒരാൾ ഡ്രൈവറും എന്ന രീതിയിൽ തന്നെയാണുള്ളത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ദീർഘദൂര സർവീസുകൾ 5 മണിക്കൂറിനും മുകളിലുള്ള സർവീസുകളൊക്കെ പോകുമ്പോൾ 2 പേരും ഡ്രൈവർ കം കണ്ടക്ടർ എന്ന രീതിയിലാണ്. അതായത് ഒരാൾ കുറച്ചു നേരം വാഹനം ഓടിക്കുമ്പോൾ മറ്റേയാൾക്ക് വിശ്രമിക്കാൻ കഴിയും, അതിനുശേഷം അടുത്തയാൾ, അങ്ങനെ ഉള്ള തരത്തിലാണ് സാധാരണ ദീർഘദൂര ബസ്സുകളിൽ പോകുന്നത്. പക്ഷേ കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുള്ള പല സർവീസുകളും ഇത്തരത്തിൽ ഒറ്റ ഡ്രൈവർ ഒറ്റ കണ്ടക്ടർ എന്ന രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഈ വിശ്രമിച്ച് ഓടിച്ചാൽ ഒരുപക്ഷെ ഉറക്കം മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇവിടെയും ഈ പ്രാഥമികമായ നിഗമനം പുലർച്ചെ അദ്ദേഹത്തിന് കണ്ണ് തൂങ്ങി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്നത് തന്നെയാണ്. കാരണം തലേ ദിവസവും ഇതുപോലെ തന്നെ രാത്രിയിലെ സർവീസ് കഴിഞ്ഞു വന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഗൗരവമുള്ള വീഴ്ച വന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 5 മാസത്തിൽ താഴെ മാത്രമാണ് ഇദ്ദേഹത്തിന് സർവീസ് ഉള്ളത്. ബദലി എന്ന രീതിയിൽ, അതായത് ഈ എംപാനലിനേക്കാൾ കുറച്ചുകൂടി താൽക്കാലികം എന്ന രീതിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഈ ടൗൺ സർവീസിലും മറ്റുമൊക്കെ തൃശ്ശൂരും അല്ലെങ്കിൽ ഗുരുവായൂർ, കണ്ണൂർ സർവീസിലൊക്കെ സ്വകാര്യ ബസ്സിൽ ഓടിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് ദീർഘദൂര സർവീസുകളിൽ വലിയ പരിചയമില്ല. KSRTCയുടെ തന്നെ സർക്കുലർ
ഇക്കാര്യത്തിലുണ്ട്. ഏറ്റവും പരിചയസമ്പന്നരായ മുതിർന്ന ഡ്രൈവർമാരെയാണ് ഇത്തരം ദീർഘദൂര സർവീസുകളിലേക്ക് വിടേണ്ടത്. ഇനിയും അത്തരത്തിൽ സീനിയറായ ആളുകളെ ലഭിച്ചില്ലെങ്കിൽ എംപാനലിൽപ്പെട്ട ഏറ്റവും മുതിർന്ന ആളുകളെ തന്നെ വിടണമെന്നൊക്കെ നിർദ്ദേശമുണ്ട്. പക്ഷേ ആ നിർദ്ദേശവും ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി. ഒന്ന്, അദ്ദേഹത്തിന് ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം പെട്ടെന്ന് വാഹനം ഓടിക്കേണ്ടി വരുന്നു. മറ്റൊന്ന്, അദ്ദേഹം അത്രമേൽ പരിചയസമ്പന്നനായ ആളല്ല ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യാൻ. മറ്റൊന്ന്, ഈ 2 അതായത് കണ്ടക്ടർ കം ഡ്രൈവർ എന്ന പദ്ധതി ഇവിടെ കൃത്യമായി നടപ്പിലാക്കാൻ വിടുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു പുനരാലോചന KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. എന്തായാലും ഇവിടുന്ന് KSRTCയിലെ ഉദ്യോഗസ്ഥരും ബന്ധുക്കളുമൊക്കെ ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട്. മരിച്ച 2 ജീവനക്കാരുടെയും ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ട്. 4 പേർക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.